മാധ്യമപ്രവർത്തകർ ശരിക്കും നിങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കണമെന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പത്രസമ്മേളനത്തിൽ അധിക്ഷേപിച്ചിട്ട് പി രാജീവ് ഈ ചോദിച്ചത് വളരെ സുപ്രധാനമായ ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. രണ്ട് മാധ്യമപ്രവർത്തകരെങ്കിലും തിരിച്ച് ചോദിച്ചു എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യമാണ്. പക്ഷെ ബാക്കി ആരും മിണ്ടുന്നില്ല, ചർച്ച പോലും ചെയ്യുന്നില്ല. പിണറായി എങ്ങാനുമായിരുന്നെങ്കിൽ, പിണറായി വേണ്ട പോട്ട്, ഏതെങ്കിലും ജില്ലാ സെക്രട്ടറിമാരാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരുന്നു കോലാഹലം. അത്രമാത്രം വിലയെ വി ഡി സതീശന് മാധ്യമപ്രവർത്തകർ കൊടുക്കുന്നുള്ളോ എന്നൊരു ചോദ്യം വേറെയുണ്ട്. എന്തായാലും അധിക്ഷേപിച്ചിട്ട് ഒരു പ്രതിഷേധം പോലുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കാത്തതെന്ന ചോദ്യമാണ് പി രാജീവ് മാധ്യമപ്രവർത്തകരോട് ഇന്ന് ചോദിച്ചത്. മാത്രവുമല്ല, പ്രത്യേകിച്ച് ഒന്നും കിട്ടാത്തത് കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പുതിയ നീക്കവുമായിട്ട് മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനെയും മുളയിലെ വ്യക്തമായിട്ട് പി രാജീവ് നുള്ളുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കേൾക്കാം. സുപ്രധാനമായ കാര്യമാണ് പി രാജീവ് സംസാരിക്കുന്നത്, കേൾക്കേണ്ട വാക്കുകളാണ്. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഉറപ്പായല്ലോ, ഇനിയും ക്യാപ്റ്റൻ ഇത് തന്നെ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടെ സംശയം. ഞാൻ മനോരമയുടെ റാങ്കിങ് നോക്കി, നിങ്ങൾ നൽകിയാൽ ഞങ്ങൾക്ക് 50% മുകളിലുണ്ട്. നേരത്തെ റാങ്കിങ് ഉണ്ടല്ലോ 7, 6, 6, 3.5. അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ പോലും ഒരു 50-55% മനോരമ പോലും ഈ ഗവൺമെൻറ് നൽകിയെന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങൾ മനോരമ നോക്കിയിട്ടല്ലേ പ്രസിദ്ധീകരിക്കുള്ളൂ. നമ്മളെല്ലാവരും വിദഗ്ധരെ തിരഞ്ഞെടുക്കും സ്വതന്ത്രമായി. അപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചേ പോലും ഞങ്ങൾ മറ്റേവർ പറഞ്ഞ പോലെ പാസ് മാർക്കില്ല എന്നുള്ളതല്ല നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് തരക്കേടില്ലാത്ത മാർക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിനാകെ. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ചോദ്യം വളരെ കൃത്യമാണല്ലോ, ഇതങ്ങനെ തുടരും എന്നതാണല്ലോ. ഇപ്പോൾ കേരളത്തിലാകെ ഒരു തുടരും ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇത് ഗവൺമെൻറ് തുടരും എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായമായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ശരിക്കും നിങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കണമെന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പത്രസമ്മേളനത്തിൽ അധിക്ഷേപിച്ചിട്ട് നിങ്ങൾ എത്ര നിഷ്കളങ്കരായിട്ടാണ് ഇരിക്കുന്നത്? എല്ലാവരും ചോദിച്ചു. പരസ്യമല്ലാതെ പത്രങ്ങൾക്ക് പണം നൽകിയിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരാളും കേരളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൽ പത്രക്കാർക്ക് പരസ്യം കൊടുക്കും. പരസ്യം കൊടുത്താൽ തന്നെ നമ്മൾ IKGS പരസ്യം കൊടുത്തല്ലോ. പക്ഷേ ചിലരൊക്കെ എഴുതിയത് എങ്ങനെയായിരുന്നു? പരസ്യം നമ്മൾ കൊടുക്കും. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു, ഇപ്പോൾ സായിനാഥൊക്കെ പെയ്ഡ് ന്യൂസും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അഡിറ്റോറിയലൊക്കെ തുടങ്ങിയ ഘട്ടത്തിലും കേരളത്തിൽ അങ്ങനെ പണം വാങ്ങിയിട്ടൊന്നുമില്ല. ഇടതുപക്ഷ വിരുദ്ധത ഉള്ളതുകൊണ്ട് ഒന്നുമില്ലാതെ തന്നെ എഴുതുന്ന ഒരു ശീലമുള്ള നാടാണ് കേരളം. പക്ഷേ ഇങ്ങനെ സംഗതി നിങ്ങൾ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പാർട്ടിക്കാർ വിലയിരുത്തുന്നില്ല. ഇപ്പോൾ 1-2 ഏഷ്യാനെറ്റൊക്കെ ഇപ്പോൾ ഒരു പുതിയ നിർമ്മിതി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടു, ഞങ്ങളെന്തൊരു ത്രയം ഇറങ്ങിയിരിക്കണു. ഞങ്ങൾ പണ്ടേ ഒരു ത്രയമുണ്ട്. പക്ഷെ ഇതൊക്കെ പാർട്ടിക്കകത്തുള്ളതാണ്. നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചാലും ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, മറ്റേ മുഖ്യമന്ത്രി ഒരു ദിവസം പനിയായി, അദ്ദേഹം എല്ലാ പരിപാടിയും റദ്ദ് ചെയ്തു. അപ്പോൾ ഉടൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മറ്റേ പൊതുമരാമത്ത് മന്ത്രി തർക്കം, അതുകൊണ്ട് മുഖ്യമന്ത്രി പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നു. അന്ന് അദ്ദേഹം, അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന് എത്ര പരിപാടി ഉണ്ടായി? അദ്ദേഹം ഈ പരിപാടി മാത്രമാണോ ഉപേക്ഷിച്ചത്? അത് നമ്മൾ സാധാരണ ഒരു വാർത്താ കൗതുകത്തിൽ അന്വേഷിക്കില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഞങ്ങളൊരു ടീമായിട്ട് പോവല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ വ്യവസായ വകുപ്പിന് മെച്ചമുണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒന്ന്, റവന്യൂ വകുപ്പിൻ്റെ സഹായം വേണം, LSTയുടെ സഹായം വേണം, KSEBയുടെ സഹായം വേണം, ധനവകുപ്പിൻ്റെ സഹായം വേണം. വ്യവസായ വകുപ്പിന് ലൈസൻസ് കൊടുക്കാൻ ഒന്നിനും അധികാരമില്ലല്ലോ. ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ വേണം, എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പോൾ സാധ്യമായത് തന്നെ ഞങ്ങളുടെ അടിത്തറ എന്തായിരുന്നു? കഴിഞ്ഞ ഗവൺമെൻറ് കുറേ നിയമം മാറ്റി. ഇപ്പോൾ ഒരു നിയമത്തിൽ നമ്മൾ മാറ്റം വരുത്തിയില്ല. അപ്പോൾ ഇതാ ഒരു നല്ല ബോണ്ടുള്ള ഒരു ടീമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ ടീം മോശമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ടീം തിരക്കിയിട്ടുള്ള ഈ ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ്, ഇത് കൂട്ടായ ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. ഈ മന്ത്രിസഭയ്ക്കാകെ മുന്നണിക്കാകെയുള്ള ക്രെഡിറ്റാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകർ ഇത് ആരുടെയൊക്കെയാണ് ഫണ്ട്, എല്ലാവരും ഇല്ലേ? പക്ഷെ കൊടുത്തതെന്താ? ഞാൻ പറഞ്ഞത് അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്.
മറ്റ് ഫണ്ടിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ അകത്ത് വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണല്ലോ. ഇപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം നോക്കും, ഞങ്ങളെല്ലാം ഒന്നിച്ച് നല്ല രീതിയിൽ ടീമായിട്ടാണ് പോണത്. ഒരു പ്രത്യേകത, ഞങ്ങളെല്ലാം ഒരേ കാലത്ത്, മിക്കവാറും ആളുകൾ ഒരേ കാലത്ത് വിദ്യാർത്ഥി യുവജന സംഘടന, അതും മറ്റ് മുന്നണി പാർട്ടിപ്പെട്ടവരായാലും ഞങ്ങളുള്ളവരൊക്കെ ഒരു ടീമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് നന്നായി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലാണല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ വകുപ്പുകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സഹായം കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് പൊതുവെ പറയാനില്ല. എല്ലാ പത്രങ്ങളും തരക്കേടില്ലാതെ ഈ ഗവൺമെൻറ്റിന് മാർക്ക് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്ന് പൊതുവായി വന്നിട്ടുണ്ട്. തുടരും എന്ന് ഒരു പൊതുബോധം ശക്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഞാൻ പറയും, ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി, ഇത് ഒരു പരിപ്പും വേഗമാവുന്ന വെള്ളമൊന്നും ഇവിടെ ഇല്ല. ഈ LDF പോലെ ഇത്രയും നല്ല ശക്തിയുള്ള, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഒരു ചെറിയ തർക്കങ്ങൾ പോലും ഒരു പ്രശ്നത്തിലില്ലാതെ പോകുന്നു. ചർച്ചകളുണ്ടാവും, സ്വാഭാവികമാണ്, അഭിപ്രായങ്ങൾ വരും, തീരുമാനത്തിലെത്തും, തീരുമാനത്തിൽ എല്ലാവരും ഉറച്ചു വെക്കും. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം.